അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് മൈസൂരുള്ള അതേ ഇരുന്നത്തെ ബാദുഷ. നമ്മൾ ഇവിടെ രാവിലെ വന്ന് ക്ലാസ്സൊക്കെ കഴുകി ഞാൻ അതുമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതേ മനഃപൂർവ്വം വരും അവൻ ഞങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ദേ വരുന്നത്. അവൻ പണ്ടേ ഉടായിപ്പിൻ്റെ ഉസ്താ ശമ്പളം ഇല്ല അവൻ നമ്മളെ എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി ഇടുമെന്ന് പറഞ്ഞ ഒരു മനസ്സുണ്ട് അവൻ്റെ. അത് കാരണം അവൻ ലേറ്റായിട്ട് തന്നെ വന്നതാണ്. ഇതുണ്ടോ നമ്മളെല്ലാം രാവിലെ എന്തുവാടാ കണ്ടോ ഇപ്പൊ അങ്ങനെ കണ്ടോ ഗൈസ്. നിനക്ക് ശമ്പളം ഇല്ല കേട്ടോ, നീ ശമ്പളം ഇല്ലാത്തവരാണ്. ഇപ്പൊ നമ്മുടെ ചെറുക്കൻ്റെ ഇവിടെ കിടപ്പുണ്ട്. ഇതുവരെ നമ്മള് ബസ്സിന്റെ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ ചെറുക്കൻ്റെ കിടപ്പുണ്ട് കണ്ടല്ലോ. രാവിലെ എഴുന്നേറ്റ് നമ്മള് തന്നെ അന്ന് ക്ലാസ്സൊക്കെ കഴുകണം. കിളിയെന്ന് പറഞ്ഞ എടുത്താൽ വന്നു. അവനാണെങ്കിൽ ഒരു വകയും ചെയ്തില്ല. വരിക തിന്നുക കിടക്കുക ഇത് തന്നെ അവൻ്റെ പണി. അത്യാവശ്യം അഴുക്കൊക്കെ ആയിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ. ഇപ്പോൾ നമ്മൾ ഇന്ന് വിടുന്നതെന്ന് വെച്ചാൽ നേരെ ഇന്നലെ നമ്മൾ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഉച്ച വരെ ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കണ്ട് ഉച്ച കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. എന്നിട്ട് ഉച്ചയ്ക്ക് മറ്റേ ബൃന്ദാവൻ ഗാർഡനിൽ പോയിട്ട് വേറെ എവിടെ പോയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ മൈസൂർ പാലസിലാണ് പോകുന്നത്. ഇനി നമ്മൾ രാവിലെ തന്നെ മൈസൂർ പാലസിലോട്ട് ആദ്യം പോയിട്ട് അവിടുന്ന് പിന്നെ ഗുംബസ് ഉണ്ടെന്ന് തോന്നുക. പിന്നെ ഇവർ സൂ കാണിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാണിച്ചിട്ട് വേണം നമുക്ക് ഉച്ച കഴിഞ്ഞ് തിരിക്കണം. അവിടുന്ന് നേരെ നമുക്ക് കൂറ് കാണുന്നു പോകേണ്ടത്. നമ്മുടെ റൂം വന്നിരിക്കുന്നത് ഇവിടെ ആയിരുന്നു. ഇവിടെ പിന്നെ ഇന്നലെ നമുക്ക് വീഡിയോ നല്ലതായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം വന്നപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ നമുക്ക് വന്നതിൻ്റെ ക്ഷീണമൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. എന്തിയോടാ നീ പണിയെടുക്കുന്നു? പെർഫെക്ഷൻ നോക്കിയേ. 600. ഇതൊരു കലയാണ്. മനതുണ്ടാക്കുന്ന കലാകാരൻ. ചെലവിന് 100 എടുത്തില്ലേ? 100. രാവിലെ തന്നെ കണക്കുകൂട്ടലൊക്കെയാണ് അവിടെ താമസിക്കുക. 1 രൂപ എടുത്ത് അതിൽ നിന്ന് കണക്ക് നമ്മൾ പറഞ്ഞിരിക്കണം. നമ്മുടെ നേരത്തെ നമ്മൾ കുറച്ച് ഒരു 1-2 ആഴ്ച വരെ ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെയ്തതാണ് ഈ കണ്ണിൻ്റെ അടുത്തതും പിന്നെ ഈ സ്റ്റിക്കറൊക്കെ നമുക്ക് പുതിയപ്പോൾ ചെയ്തതാണ് നമ്മൾ. ഇത് പിന്നെ നമ്മുടെ പഴയ ലൈഗറിൻ്റെ അത് ഒരു മതിപ്പ്, അതായത് അതേ പകർപ്പാണിത്. ഇത് നമ്മുടെ സനുവുമാക്കി നമ്മളിപ്പോൾ അടിച്ച് ഇതകത്ത് വീഡിയോ നമ്മൾ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. വീഡിയോ വ്ളോഗ് കഴിയുമ്പോൾ ലാസ്റ്റ് ജസ്റ്റ് ഒരു ക്ലിപ്പായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. മൈസൂർ ഒന്ന് കരിമ്പ് വെച്ചോണം. 20 നല്ല നാടൻ കരിമ്പ്. ബോംബെ, കൽക്കത്ത, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലുള്ള നേരിട്ടുള്ള സപ്ലൈ. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് കൂടുതലെത്തിയാണ്. അഭിഷേകത് ഇവിടെ മാറിങ്ങനെ നിൽപ്പുണ്ട്. അഭിഷേക രാവിലെ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കും. രഹനാസിക്ക് അവിടെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ പോകുന്നത്. ക്യാച്ച് അറിയത്തില്ല കേട്ടോ, ബിസ്ക്കറ്റ് വേണ്ടേ? വലിയ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്തു. ബിസ്ക്കറ്റ് വേണം, പക്ഷേ ക്യാച്ച് അറിയത്തില്ല കേട്ടോ. എടാ കൈ കൂടെ കടിക്കല്ലേ?
അപ്പോൾ നമ്മൾ ഡിക്കിയൊക്കെ തുറന്നിട്ടുണ്ട്. സാധനം കൊണ്ട് ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. എടാ മോനെ എന്നെ ഒന്ന് കടിക്കുകയും ചെയ്യില്ലേ. വണ്ടി നല്ല അഴുക്കായിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ. ഇതായിരുന്നു നമ്മുടെ റൂം ഇന്നലെ കൊടുത്ത്. ഇവിടെ രാവിലെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം തണുപ്പം കുറേ. കൂറുകിലിപ്പോൾ ചൂടാണെന്നാണെന്ന് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞവരെ. യാസിക്കാൻ പോയോ? അവിടെ ഒരു വണ്ടി അടപ്പുണ്ട്, എന്തുവാ GM ബ്രോസ് എന്ന് പറഞ്ഞു. ആദ്യമായിട്ടേ ബസ് കാണുന്നത്. നമ്മുടെ JCB വരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോഴും ഇവിടെ കൂർഗ് ബാമ്പു ഫോറസ്റ്റിലാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ ബാമ്പു ഫോറസ്റ്റ് കൊണ്ടിട്ട് രാവിലെ നമ്മൾ നേരെ മറ്റൊരു എലിഫൻറ്റിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക് അവിടെ പോയി. പക്ഷേ അവിടെ ക്ലോസ് ആയിരുന്നു. അത് ഒരു ഡാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്നെയാണ് ഫുഡ് കൊടുത്തിട്ട്. ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുകയാണ് നമ്മൾ. ഇത് കണ്ടോ ഇവിടെ മറ്റേ ഡൊറാഡോടെ വണ്ടി വരുന്നുണ്ട്. ഹനാസിക്കായും ഡൊറാഡോടെ മറ്റേ ട്രാക്സ് വരുന്നുണ്ട്. ഇവിടെ രാവിലെ മൊത്തം ഇവിടെ വെഹിക്കിള് നമ്മൾ വന്നപ്പോൾ തൊട്ട് വെഹിക്കിളാണ്. അത് കാരണം നമ്മൾ സെറ്റൊന്നും ഇട്ടിട്ടില്ല ഇവിടെ ഇതുവരെയായിട്ടും. സംഭവം കൊള്ളാമല്ലേ എൻ്റെ വണ്ടി. അവര് ഓക്കലൊക്കെ ഇട്ട് കയറി. എന്തായാലും ഇവിടെ ഓക്കലിടാൻ പാടില്ല. ഇവിടെ ആൾക്കാർ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കണ്ടോ. ഇവിടെ പറയുന്നുണ്ട് ഓക്കലിടാൻ പറ്റത്തില്ല എന്ന്. ആവശ്യമാക്കാതെ ഇവിടെ വായമ്പളന്നിരിക്കുന്നു. നല്ല മഴക്കോളുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന്. ആശ അതില്ല, ഇത് എന്താ പറ്റൊരു കേട്ടിருக்கு. അതെല്ലാവർക്കും തരുമോ? എന്താ ഉറപ്പാണോ? ആ ആയിക്കോട്ടെ. അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള അതെ. അതിനൊക്കെ അവിടെ കൊച്ചാൻ പോലല്ലോ. നല്ല മണം അടിക്കുന്നല്ലോ. അവിടെ കൊച്ചായിരുന്നൊക്കെ ഇവിടെ തകർത്ത് വരല്ലോ. എവിടെ അങ്ങോട്ട് പോയിട്ടോ? ഉറപ്പാണോ? ആ പൈസ കേട്ടല്ലോ. ആ എന്തായാലും കൊള്ളാം. ഹനാസിക്ക പറയുന്നത് വെച്ചാൽ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ചെക്കനൊരു കലക്കിട്ട് പോത്തെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് തന്നിട്ട് സാധനം തന്നെ കേട്ടോ. നമ്മുടെ സ്വന്തം സലാമിക്കാടെ സെറ്റ് വർക്കാണ് ചെയ്തേക്കുന്നത് ഫുള്ള്. എന്തായാലും കാണാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. ഒരു കൂട്ടം മാനെ കാണിച്ചു. ആനയെ കാണാൻ പറ്റുമോ എന്നുള്ള അവനൊക്കെ ഉറക്കം നിന്ന് ആനയെ കാണാൻ വേണ്ടി ഇരിക്കുക. ചെറുക്കനെ അവിടെ കാട്ടുപോത്തിനെ കണ്ടില്ലോ ആവശ്യം. ഫസ്റ്റ് കണ്ടല്ലേ. കാട് കഴിയാറായിരിക്ക.
ഹൈവേ കൂടെ ആനയെ പറ്റി വരും. കാണിച്ചിരിക്കും. പന്ത്രണ്ട് അരേ ചായ കുടിക്കാം, കട്ടൻ അടിക്കാൻ വരും. പറഞ്ഞതാ കരിക്കൊമ്പന്റെ കരിക്കാമ്പന്റെ പരാസരി വിളിച്ചില്ല. അവര് പിണക്കം അവര് അതാ പോനെ. പോണടാ എന്താ ആനെ കണ്ടേ പോലെ മതിയായി. കൊമ്പനെ കണ്ടില്ലല്ലോ. ഏത് കൊമ്പനൊക്കെയാണ് കൊമ്പ സമയം കൂടി കൊമ്പനെപ്പിടി ഇവിടെ രാത്രി ഇറങ്ങിയെന്ന് പറയാം. 2 ദിവസം കൊണ്ട് മഴ കിട്ടും, അതുകൊണ്ട് വെള്ളോട്ട് ഇറങ്ങത്തില്ല. മഴയുള്ളപ്പോ നാട്ടിനകത്ത് ഭക്ഷണവും സാധനം എല്ലാം കിട്ടത്തില്ലടാ. ഇതാകുമ്പോഴാണ് ഇവര് വിളിച്ചത്. ചിന്തിക്കും നിങ്ങൾ. ഇവിടെ പുല്ലില്ലാത്തതുകൊണ്ടാണ് ഇറങ്ങുന്നത്. എടാ അതേന്ന് മഴയുള്ളപ്പോഴേക്ക് ഇറങ്ങത്തില്ല. അല്ലെങ്കിലും വെള്ളമില്ലാത്ത ഇതാകുമ്പോഴേക്കാണ് ആരും മുന്നോട്ട് ഇറങ്ങുന്നത്. അറിവുള്ള നിറകുടമേ പറയുമ്പോ അത് മനസ്സിലാക്കണം. അതായത് തറവല അറിയില്ല കാണാൻ പറ്റുമെങ്കിൽ ചായക്കട കാണാൻ ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും. അഞ്ചാനാണ് പെറ്റാ. ഇല്ല, അത് 2.5 കാലേ ഉള്ളൂ. കൂട്ടാൻ പറ്റത്തില്ല. അതല്ലേ ആനെ കടൽ സമയം എത്രടാ 12:27. ആളെ കാണാൻ എല്ലാരും നോക്കിയിരിക്കുവാണ്. 5 ആട് ഇറക്കുമെന്നാണ് ജേഴ്സിക്ക് പറഞ്ഞേക്കുന്നത്. 200 രൂപ പെറ്റ്. 3 ഒറ്റടിക്ക് ഇറങ്ങി. കാണാതിരുന്ന് ഒറ്റടിക്ക് 3 ഇറങ്ങി. 2 കാണണം. 2 കണ്ടു കഴിഞ്ഞാൽ 200 രൂപ ജേഴ്സിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ 200 രൂപ അങ്ങോട്ട് കൊടുക്കണം. ഒരു മഴ മൊത്തം കവിളിൽ പതിഞ്ഞു. അരിക്കൊമ്പൻ ആരാടാ ഇരിക്കുന്നത്? കാട്ടിൽ കയറി കൊമ്പനാണ്. കൊമ്പൻ ഞങ്ങളെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ആരാരും പോകാനാ? ആനയുടെ കീഴിൽ കൊണ്ട് ചോദിക്കുന്നു. അതാണ് കൊമ്പൻ. ആണ് കൊമ്പൻ. ഞങ്ങൾ കൊമ്പനെ കണ്ടു.
അപ്പൊ പക്ഷെ കൊമ്പനെ പറ്റി എന്താ പറയാനുള്ളത്? അരിക്കൊമ്പനെ കണ്ടിരിക്കുകയാണ് നമ്മൾ കർണാടകയിൽ. അങ്ങനെ അവർ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ആ ചക്കക്കൊമ്പൻ ഇനി തേങ്ങക്കൊമ്പനുണ്ട്. കൊച്ചാവ് പെരിയ പട്ടണത്ത് നിന്ന് ഊട്ടിക്ക് പൊക്കോണ്ടിരിക്കുക. അവ വീട്ടിൽ കേട്ടാ ഇവിടുന്ന് പടത്തോളം ഇടത്തോളം അവനിപ്പോ ഭയങ്കര വഴിയാ. അവനെ ഇപ്പൊ എല്ലാരും വഴി വിളിച്ചു നോക്കിയത് അവനെയാ. ആ ഭയങ്കര ഡ്രൈവറല്ലേ ഇപ്പം. ഇപ്പം ഇവിടെ മുത്തങ്ങയൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണടച്ച് ഓടിക്കുന്നത് മുത്തങ്ങയിൽ വന്ന് ചെക്ക് പോസ്റ്റ് അടിച്ചിട്ടേക്കാണ് ഇങ്ങനെ വന്ന് കുഴി കുഴിച്ചാ പോകുന്നത്. അവന് ബസ് വന്നില്ല. നമ്മൾ അങ്ങനെ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഏത് സമയം നമുക്കൊരു ആക്രമണം പോലെ അളിയാ ഇനി റേഞ്ച് കിട്ടത്തില്ല. ഞാൻ കാട് കയറി അങ്ങനെ കാരണം കാട് കയറിയിരിക്കുകയാണ്. ഇനി അവിടെ റേഞ്ച് ഒന്നും കിട്ടില്ല. പുലിയോ? പുലിയെ കാണിക്കാം. എല്ലാത്തിനെയും കാണിച്ചത്. പക്ഷെ അപ്പൊ കാടിനെ പറ്റി 2 വാക്ക് പറഞ്ഞു ചോദിച്ചാ. കാടിനെ പറ്റി പറയുവാണെങ്കിൽ ജഗതി ചേട്ടൻ പറയുമല്ലോ, ഈ കാട് മൊത്തം ഭയങ്കര ഫോറസ്റ്റാ. അത്രേ ഉള്ളൂ. പക്ഷെ പറ ശരി, നിന്റെ വാക്കിനൊക്കെ പ്രശ്നം. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ കേരള വനാതിർത്തിയിലേക്ക് കടക്കുന്നതാണ് കേസ്. ഏതാനും നിമിഷങ്ങൾക്കകത്തല്ലേ പറഞ്ഞത്? നിമിഷങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലല്ലോ. അതെ നാട്ടിക്കുളത്താണെങ്കിൽ പ്രത്യേകത. അവിടുത്തെ കൊമ്പില്ല. അവിടെ കേരളത്തിനാണ് വീരപ്പ പണ്ടേ വന്ന് നടത്തോണ്ട് വരാം കൊമ്പ്. ചക്കക്കൊമ്പൻ ഇവിടെ കണ്ടില്ലായിരുന്നോ? അല്ലല്ല സൈഡിൽ നിൽക്കുമായിരുന്നു. പക്ഷെ അത് ഏറ്റവും ഒരു കൊമ്പ കിട്ടും. ആ ഒരു കൊമ്പ് കിട്ടുവാണെങ്കിൽ ഒരു 5-6 ലക്ഷം കിട്ടും. ഞങ്ങളിങ്ങനെ വളവ് ഇങ്ങനെ തിരിഞ്ഞു കിടപ്പ് നിൽക്കുന്നായിരുന്നു. ശ്രീകാന്ത് വസ്തി പോയി ഇടിച്ച് ഞാനിങ്ങനെ 100-110 രൂപ വരുവാ. ഇടിച്ചില്ല അല്ലേ? ഞാൻ പറഞ്ഞ റേഞ്ചില്ല. ഇത് ഭയങ്കര ഫോറസ്റ്റ് ആണ്. വലിയ ഫോറസ്റ്റ് ആണ്. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ആൾക്കാർ നിർത്തിയിട്ടേക്കുന്നത്. അത് വണ്ടി കയറിയില്ല തോന്നല്ലേ? വണ്ടി കയറി ലൈറ്റ് ഇങ്ങോട്ട് കൂടും. ഇപ്പൊ ലൈറ്റ് അങ്ങോട്ടാവും. ഇപ്പൊ മരങ്ങൾ കൂടും. റിവേഴ്സ് വെച്ചു. റിവേഴ്സ് വെക്കണം. വണ്ടി ഉണ്ടോ നോക്കണേ. വണ്ടി ഉണ്ടോ നോക്കി റിവേഴ്സ് വെച്ചു. ബാക്ക് റിവേഴ്സ് ബാക്കോ ആ സൈഡിലോട്ട് ഒതുങ്ങുന്നുണ്ടോ? അതിന്റെ തന്നെ അങ്ങോട്ട് വെക്കാം കേട്ടോ. ഏതോട്ടാ അങ്ങനെ മാമാടൊക്കെ പറയാം. യൂട്യൂബിൽ കൊമ്പൻ സീനല്ലേ? 2 കൊമ്പനെ കണ്ട്. രണ്ടും നല്ല അരിക്കൊമ്പനും യാസിനെ പിന്നെയാളെ പിടിച്ചിട്ട് ഞങ്ങളെ കൊടുക്കട്ടെ. 1 അരിക്കൊമ്പനും 1 ചക്കക്കൊമ്പനുവാ.
ആ ഇഷ്ടം പോലെ ഞാൻ കണ്ടില്ല. പക്ഷേ ഇത് വരാന്തിയാണോ പക്ഷേ ഇത് വരാന്തിയാ? ആ അല്ല മറ്റേ വരാന്തകളിലൂടെ യാത്ര വനപാത. ഇത് വനപാതയാണ്. ഇത് അതെ. ഇതാണ് നമ്മുടെ കാട്ടിക്കുളം ഫോറസ്റ്റിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അല്ലത് കടക്കാൻ പോകുന്നില്ലേ, കടന്നില്ലല്ലോ, കടക്കാൻ പോകുകയാന്നല്ലേ പറഞ്ഞത്. ഇത് നമ്മളിപ്പം നാഗർകോൾ അതാണെന്ന് ആരുടെ നെറ്റിക്കൊരു ബോറുണ്ട്. ആരുടെ നെറ്റിക്ക് മസ്തകം മതം പൊട്ടിയത്. ഞാനത് പേടിച്ച്. അപ്പൊ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ട്രിപ്പായിരുന്നു. ഫാമിലി ആണെങ്കിലും ബെസ്റ്റ് ട്രിപ്പായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് ട്രിപ്പിന്റെ അവർ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് അവസാനം നമ്മുടെ ലൈറ്റ് കാണിക്കുന്ന പറഞ്ഞായിരുന്നു. ഇപ്പൊ രാവിലെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. രാത്രിയിൽ ഇപ്പൊ എടുക്കാൻ പറ്റില്ല, നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ സെറാമിക്കയുടെ സെറ്റായിരുന്നു. ഇതിന്റെ ഈ പിക്സലിൽ കത്താൻ പറഞ്ഞ സമയം എടുക്കും, അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പൊ വരും. ഇതാണ് നമ്മുടെ ബസ്സിന്റെ അകം. നമ്മളിത് ഇട്ടിട്ടില്ല കേട്ടോ. എന്താ വണ്ടിക്കകത്ത് ഫുൾ അഴുക്കാം. ഒരു ബസ്സിന്റെ അകത്ത് ഇതാണ് നടക്കുന്നത്. ട്രിപ്പ് കഴിഞ്ഞ് വന്നാലുള്ളൊരു അവസ്ഥയാണിത്. ഇത് കണ്ടോ? ഇതൊക്കെ ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കുട്ടനാട് എടുക്കണം. ആ അപ്പം നേരിട്ട് നമ്മുടെ പിക്സൽ വന്നു. ഇതാണ് നമ്മുടെ സാധനം. ഡോട്ട്ലേസ് വരുന്നുണ്ട് ഇവിടെ തന്നെ. ഇത് കണ്ടോ? നമ്മൾ രാത്രിയിലാണ് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് സ്മോക്കറൊക്കെ ഇട്ടെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഭാവിശയ്ക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് നോക്കുമോ കള്ളം ഭാവിഷ? ഒരു ഹാപ്പി എൻഡിങ് പറ പിള്ളേർക്ക്. ഹാപ്പി എൻഡിങ്.